മുതലാളി, കണ്ണിമാങ്ങ കറി വെക്കാനുള്ളതാ. കരാറുകൾ പാലിക്കപ്പെടാനുള്ളത്. Maybe we are coolies, poor laborers, but we are not rascals. Gone are the days when you could ill-treat us, punish us, and destroy us. This is the day of the poor, the common man. If you utter the word rascal once again, your silver cheeks will enjoy the mark of my golden fist. Understand? Cut. എന്താ എന്ത് പറ്റി? നന്നായി പറഞ്ഞു ചേട്ടാ. തന്റെ അടുത്ത് ഈ ഡയലോഗ്സ് ഒക്കെ ഇംഗ്ലീഷ് പറയാൻ പറഞ്ഞാരാ? അത് സാർ ഒരു കൊഴുപ്പ് കൂട്ടാൻ വേണ്ടി ഞാൻ കയ്യിൽ നിട്ടതാ. അല്ലെങ്കിലും തനിക്ക് ഈയിടെ കൊഴുപ്പ് കുറച്ച് കൂടുന്നുണ്ട്. ഇത് മലയാളം ടി വി സീരിയലാ, ഇംഗ്ലീഷ് അല്ല, മനസ്സിലായോ? അതെ, നമ്മുടെ പ്രേക്ഷകർക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ള സാറിന്റെ തോന്നലാ. ഏത് തൊഴിലാളിയാണോ ഇംഗ്ലീഷിൽ കടുവറക്കുന്ന പോലെ ഡയലോഗ് പറയുന്നത്? സാർ അങ്ങാടിയൊന്നും കണ്ടിട്ടില്ലേ? ഇന്നത്തെ കാലത്ത് മുതലാളിമാരെക്കാളും നല്ല ഇംഗ്ലീഷ് സംസാരിക്കുന്നത് തൊഴിലാളികളാ. ഇയാളെ പിടിച്ച് പുറത്താക്ക്. ഡയറക്ടറെ ചോദ്യം ചെയ്യുന്ന ഒരു ആക്ടറെ എനിക്ക് വേണ്ട. ക്ഷമിക്കണം സാർ, ഞാൻ സാറിനെ വേദനിപ്പിച്ചു എന്ന് സാറിന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് സാറിന്റെ വിവരക്കേടും അറിവില്ലായ്മയും കൊണ്ടാ. ഞാൻ പോവാ. എന്തിനാ സ്പോൺസറേഴ്സിനെയും ദൂരദർശനെയും ഒക്കെ കുറ്റപ്പെടുത്തുന്നത്? ഇതേപോലുള്ള സംവിധായകർ ഉള്ളിടത്തോളം കാലം സീരിയലുകൾ കണ്ട് കണ്ണീര് കുടിക്കാനേ നമ്മുടെ പ്രേക്ഷകർക്ക് യോഗമുള്ളൂ. എന്താ സാറേ പ്രശ്നം? ഈ ഡോർ തുറക്കുന്നില്ല. അത്രേ ഉള്ളോ? ഏതാ എന്റെ താക്കോല്? പുതുതായിട്ട് വാങ്ങിയ കാറാണേ, താക്കോല് ഏതെന്ന് മറന്നുപോയി. അതൊന്നും സാരമില്ല. ഈ പൂട്ട് തുറക്കുന്നതിനും പ്രഥമം വയ്ക്കുന്നതിനും ഒക്കെ ഒരു പ്രത്യേക നാക്ക് വേണം. ഇപ്പൊ കാണിച്ചു തരാം. എങ്ങനെയുണ്ട്? എന്റെ കാർ മോഷ്ടിക്കുന്നു, പിടിക്കാതെ! പോലീസ്! പോലീസ്! അതെ, ഇംഗ്ലീഷുകാരൻ തന്നിട്ട് പോയ സോറി എന്ന വാക്കുകൊണ്ട് ചെയ്ത തെറ്റുകൾ ന്യായീകരിക്കാനുള്ള ഒരു പ്രവണത നമ്മുടെ ഇടയിൽ ഉണ്ടെങ്കിലും സോറി എന്ന വാക്കിന് പകരം ക്ഷമിക്കണം എന്ന മലയാള മണ്ണിന്റെ മനോഹരമായ പദം ഉപയോഗിക്കുന്നതാണ് എന്തുകൊണ്ടും അഭികാമ്യവും അഭിലഷണീയവുമെന്ന് ഞാൻ മൈലന്റെ വിറ്റ് നടക്കുന്നവരെ നാക്കിനേക്കാൾ നീളം ഉണ്ടല്ലോ തന്റെ നാക്കിന്. താങ്ക് യു ചേട്ടാ. മയിലിനെ പോലെ ഞാനും ഒരു സുന്ദരനാണെന്നാണ് പുള്ളി ഉദ്ദേശിച്ചത്. തട്ടിയിട്ടത് പോലെ പിന്നെ കിടന്ന് വളവളാന്ന് വാദം അടിക്കുന്നു. പരാതിക്കാരി പാലിക്കുന്ന ഈ മാന്യത, ഈ അന്തസ്സ് സാക്ഷികളായ നിങ്ങൾക്കും പാലിച്ചാലെന്താ? ഇതിനൊരു പരിഹാരമായിട്ട് വേണമെങ്കിൽ എന്നെയും താഴെ തള്ളിട്ടോ. സംസാരിച്ചു നിന്ന് ഇനി അഥവാ ഞാൻ ടിക്കറ്റ് എടുക്കാൻ മറന്നുപോയാൽ അതും കണ്ടക്ടറുടെ ഭാഗത്തുള്ള തെറ്റായ KSRTC മാനേജ്മെന്റ് കാണും. ഒരു ഡവർജൻസ്. ഒന്ന് തുറക്കടോ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. എത്ര പ്രാവശ്യം പറഞ്ഞാൽ ഇതെല്ലാം ഒന്ന് അടുക്കി ഒതുക്കി വൃത്തിയാക്കി വെക്കണോന്ന്? ഗുഡ് മോർണിംഗ്. തനിക്കിതിനു മുമ്പ് ടെലിഗ്രാഫ് ഓഫീസിലായിരുന്നു ജോലി. ഞാൻ ഇവർക്കിട്ടിരിക്കുന്ന പേര് ആര്യഭട്ട എന്നും രോഹിണി എന്നുമാ. അതായത് എപ്പോഴും ഒരു കണ്ണുകൾ കൊണ്ടുള്ള സംപ്രേഷണ വിക്ഷേപണ പ്രക്ഷോഭണ. എല്ലാവരുടെയും ചിരിയും കളി അവസാനിക്കാൻ പോവുക. റീജിയണൽ മാനേജറായി ബോംബെന്ന് വിഷ്ണുവേനോ ചാർജ് എടുക്കുന്നു. ഇനി നിങ്ങളുടെയൊക്കെ ലേറ്റ് ആയിട്ടുള്ള വരവും നേരത്തെയുള്ള പോക്കും ഒക്കെ എനിക്കൊന്ന് കാണണം. അയ്യോ, ഞങ്ങൾ രണ്ടുപേരും വളരെ നേരത്തെ എത്താറുണ്ട്. ഓഫീസ് ജോലിക്കൊന്നും അല്ലല്ലോ, ഈ വക സംപ്രേഷണ വിക്ഷേപണത്തിനല്ലേ. വാസു, നീ പ്രത്യേകം സൂക്ഷിച്ചോണം. നിന്റെ സമയം വളരെ മോശമാണ്. 7:30 ശനിയാ. മീനരാശിയിലെ പൂരുരുട്ടാതി ആയതുകൊണ്ട് ജന്മശനി തുടങ്ങുക. ചിരിക്കണ്ട. നിങ്ങളുടെ സമയം അത്ര നല്ലതൊന്നുമല്ല. അത്വം പുണർന്നുമല്ലേ? അല്ല, പുള്ളിക്കാരൻ എപ്പോഴാ ചാർജ് എടുക്കുന്നത്? ആ വക ഡീറ്റെയിൽസ് ഒക്കെ മാനേജ്മെന്റ് വളരെ രഹസ്യമാക്കി വെച്ചിരിക്കുക. എന്നാലും വൈകുന്നേരത്തെ ഫ്ലൈറ്റിന് ബോംബെന്ന് ഇവിടെ എത്തുമെന്നാണ് ടൈമിൽ സാർ എഴുതിയിരിക്കുന്നത്. വേപ്പാട്ട് വേലിക്കുട്ടി ഭാഗവതർ. നമസ്കാരം. പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? ദൂരദർശനിലൂടെ ഈ മുഖം ഞാൻ എത്രയോ തവണ കണ്ടിരിക്കുന്നു. അതിന് ഞാൻ ഇതുവരെ ആ വിധിപ്പെട്ടിയിൽ പരിപാടികൾ അവതരിപ്പിച്ചിട്ടില്ലല്ലോ. എങ്കിലും നമ്മൾ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട്.
നല്ല മുഖപരിചയം. മാവേലി സ്റ്റോർ ക്യൂ നിൽക്കാൻ വരാറുണ്ടോ? കൃഷ്ണൻകുട്ടി ഇങ്ങനെയുള്ള ചില മണ്ടത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമെങ്കിലും കുറുപ്പേറ്റ ആള് വളരെ ഡീസന്റാ. പാർവതി, ലതയെ വിളിച്ചോളൂ. ഈ കർണാടക സംഗീതം ഫുള്ളായിട്ട് പഠിക്കണമെങ്കിൽ എത്ര നാൾ വേണ്ടി വരും? ഒരു 2 മാസം? അല്ല, ഫീസ് വേണേ കൂടുതൽ തരാം. എന്റെ പൊന്നിയേട്ടാ, ഇതൊക്കെ ഫുള്ളായിട്ട് പഠിക്കണമെങ്കിൽ വർഷങ്ങൾ വേണ്ടി വരും. എനിക്കറിയാൻ മേലാഞ്ഞിട്ടല്ല, എങ്കിലും ഒന്ന് വെറുതെ ചോദിച്ചതേ ഉള്ളൂ. തൊഴുത് അനുഗ്രഹം വാങ്ങിച്ചോളൂ. ഇരുന്നോളൂ. മാഷേ, ഈ സംഗീതം എന്ന് പറഞ്ഞാൽ സിസ്റ്ററിന് ജീവനാ. പക്ഷെ ഇവര് സംഗീതം പഠിക്കുന്നത് ഇവരുടെ ഭർത്താവിന് ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് ഒരു കാരണവശാലും ഇവരുടെ ഭർത്താവ് ഇത് അറിയാൻ ഇടവരരുത്. അറിഞ്ഞ മണൽപ്പരപ്പിൽ വീണ വെള്ളം പോലെയാണ് സംഗീതം. സംഗീതത്തിനെ പിടിച്ചു നിർത്താൻ ആർക്കും കഴിയില്ല. ഈ കേട്ടില്ലേ കോട്ടയത്തൊരു മൂത്ത പുള്ളാച്ചൻ എന്ന രീതിയിലുള്ള സംഗീതവും പഠിപ്പിക്കുമല്ലോ. ഈ അരസികന്മാരുടെ സാന്നിധ്യം എനിക്ക് ബന്ധപ്പാടുണ്ടാക്കുന്നു. സോറി. തുടങ്ങാം. ചേർത്ത് പാടൂ. അല്ല, ശരിയാവുന്നില്ല, ഒട്ടും ശരിയാവുന്നില്ല. സംഗീതത്തിൽ തീരെ വാസനയില്ല. വാസന പോലും ഉണ്ടാക്കിയെടുക്കേണ്ടിയിരിക്കുന്നു. കീർത്തനങ്ങളൊക്കെ കേട്ട് പരിചയിക്കണം. കൃഷ്ണ നീ വേഗനേ ബാരോ, കൃഷ്ണ നീ വേഗനേ ബാരോ. ആര്? കൃഷ്ണൻ അല്ല, വിഷ്ണു. ഹാർമോണിയം ഞാൻ കൊണ്ടുവയ്ക്കട്ടെ. ഇതെന്തോ ഒരു പാട്ടും ബഹളമൊക്കെ. ലതിക പാടിയതാ. ഒരു പുരുഷ ശബ്ദമാണല്ലോ ഞാൻ കേട്ടത്. ഞാനും സഹായിച്ചു. ആ, അത് കൊള്ളാം. എന്നാ പിന്നെ ഞാനും കൂടെ കൂടാം. ഇന്ന് നമുക്കൊരു സംഗീത സായാഹ്നമാക്കി മാറ്റിക്കളയാം. ഇരിക്കില്ലതിയെ കുറുപ്പേറ്റം പാട്. അയ്യോ, കുറുപ്പേട്ട കുറുപ്പേട്ട എന്തു പറ്റി കുറുപ്പേട്ട? നേരിടാനാവാത്ത പ്രതിസന്ധികൾ വരുമ്പോ എനിക്ക് പ്രഷർ കൂടും, ഷുഗർ കുറയും. മേറ്റൻ പുറത്തു പോയിരിക്ക. എപ്പോഴാ വരികയെന്ന് അറിയില്ല. മേറ്റൻ വരാതെ റൂമിന്റെ കാര്യം. മേറ്റൻ സൗകര്യം പോലെ വരട്ടെ. തൽക്കാലം ലതികയെ ഇന്ദുവിന്റെ കൂടെ അക്കോമഡേറ്റ് ചെയ്യൂ. മേറ്റൻ വന്നിട്ട് റൂം ശരിയായി കൊടുത്താൽ മതി. റൂം കിട്ടാൻ ലേറ്റ് ആയാലും 1-2 ദിവസം എന്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാം. ലതികയ്ക്ക് അതില് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? അയ്യോ, എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവൾ ആദ്യമായിട്ടാ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്. മാഷ് ഒന്നും കൊണ്ടും പേടിക്കണ്ട. ലതികയ്ക്ക് ഇവിടെ യാതൊരു പ്രയാസം ഉണ്ടാവില്ല. ഇന്ദു ഉണ്ടല്ലോ. ഈ കുട്ടി കൃഷ്ണൻകുട്ടിയുടെ ആരാന്നാ പറഞ്ഞേ? അത് എന്റെ വകയിലൊരു അമ്മാവന്റെ മകളാ. അതായത് ഇന്ദു എന്റെ അമ്മാവന്റെ മകനാ വകയിൽ ഞാൻ. അപ്പോ ഞാൻ ഇനി നിക്കണ്ടല്ലോ. ഇപ്പൊ പുറപ്പെട്ടാൽ സന്ധ്യക്ക് മുമ്പേ വീട്ടിലെത്താം. ഇത് വച്ചോളൂ. മുറിവാടക കൊടുക്കേണ്ടതല്ലേ? അച്ഛൻ ഇറങ്ങട്ടെ? ബസ് സ്റ്റാൻഡ് വരെ ഞാൻ കൂടെ വരാം. ഓ, എന്താ എന്താ? അല്ല, ബസിന്റെ ടിക്കറ്റ് വേണമെങ്കിൽ ഇവിടുന്ന് ഫോൺ ചെയ്ത് ബുക്ക് ചെയ്ത് തരാമെന്ന്. KSRTC അല്ലേ? അയ്യോ, അതിനും കൂടെ ആ കുട്ടിയെ ബുദ്ധിമുട്ടിക്കണേ. അതാ ഞാനും പറഞ്ഞോണ്ടിരുന്നത്. ആ, കേറ കേറ. സത്യം പറടാ, ഏതാ പെണ്ണ്? അത് എന്റെ വകയിലൊരു അമ്മാവന്റെ മോളാ. വകയിലൊരു അമ്മാവനോ? അതിന് നിന്റെ അമ്മയ്ക്ക് ആങ്ങളമാരില്ലല്ലോ. ഇനി ഉള്ള സത്യം പറയാമല്ലോ. അത് KSRTCയിലെ പുതുതായിട്ട് ചാർജ് എടുത്ത വനിതാ കണ്ടക്ടറാ ഇന്ദു. എടാ, വനിതാ കണ്ടക്ടർ ആണെങ്കിൽ ട്രാൻസ്പോർട്ട് ബസ്സിലല്ലേ കാണേണ്ടത്. അവൾക്ക് നിന്റെ സ്കൂട്ടറിന്റെ പുറകിൽ എന്താ പണി? വിഷ്ണു, എന്റെ പേഴ്സണാലിറ്റിയിലാണോ സ്വഭാവത്തിലാണോ ആ കുട്ടി ആകർഷ്ടയായതെന്ന് എനിക്കറിയില്ല. നിർലോഭം സ്നേഹം ഇങ്ങോട്ട് കിട്ടുമ്പോ അല്പമെങ്കിലും തിരിച്ച് അങ്ങോട്ട് കൊടുക്കാതിരിക്കുന്നത് പാവമല്ലേ. മാത്രമല്ല, കുഞ്ഞുനാൾ മുതലേ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു ഒരു വനിതാ കണ്ടക്ടർ വിവാഹം കഴിക്കണമെന്നുള്ളത്. ഒരു ഒറ്റ അലക്കാൻ പറ്റുന്നുണ്ടല്ലോ. എടാ, ഡ്യൂട്ടി സമയത്താണോ പ്രേമിച്ചുകൊണ്ട് നടക്കുന്നത്? അതും കമ്പനി സ്കൂട്ടറിൽ. പ്രേമത്തിന് സ്വന്തം സ്കൂട്ടറെന്നോ കമ്പനി സ്കൂട്ടറെന്നോ ഉള്ള വ്യത്യാസമില്ലടാ. ദേ, മേലാൽ ഡ്യൂട്ടി സമയത്ത് ആ പെണ്ണിനെ നിന്റെ കൂടെ എങ്ങാനും കണ്ടാൽ അന്ന് തീരും നിന്റെ പണി. ഇതിന്റെ പേരാണ് അസൂയ. ഇംഗ്ലീഷ് ജലസി എന്ന് പറയും. നീ ഇപ്പൊ പറഞ്ഞതിന്
ഇംഗ്ലീഷിൽ നോൺസെൻസ് എന്ന് പറയും. ഉള്ള സെൻസ് ഒക്കെ മതി എനിക്ക്. കല്യാണം കഴിക്കാൻ പോണ പെണ്ണിന്റെ തലമുടിക്ക് ഇത്ര ഇഞ്ച് നീളം വേണം, കണ്ണിന്റെ കൃഷ്ണമണിക്ക് ഇത്ര മില്ലിമീറ്റർ ഡയമീറ്റർ വേണം, നടക്കുമ്പോൾ കഴുത്ത് 15 ഡിഗ്രി ചരിഞ്ഞിരിക്കണം, കണ്ടാൽ ആഫ്രിക്കക്കാരെ പോലെ തോന്നണം, പക്ഷെ ചിരിക്കുമ്പോൾ ചൈനീസ്കാരെ പോലെ ഇരിക്കണം എന്നുള്ള കണ്ടീഷൻസ് ഒന്നും എനിക്കില്ല. എന്റെ പേഴ്സണൽ കാര്യങ്ങളിൽ തലയിട്ടാൽ ഊരാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് എനിക്കറിയാം. അതെ, ഈ കണ്ടീഷൻസും ഡിമാൻഡ്സും ഒക്കെ പിൻവലിച്ച് നല്ല ഐശ്വര്യമുള്ള ഒരു കുട്ടിയെ കല്യാണം കഴിച്ച് ജീവിക്കാൻ നോക്ക്. എത്ര നാളാ ഞാൻ ഈ ക്യാരറ്റും ബീറ്റ്റൂട്ടും ഒക്കെ അരിഞ്ഞ സത്യം. ചെല് ചെല് ചെല്. അല്ല ഏട്ടാ, വിഷ്ണു ഇപ്പൊ വിധിന്ന് വിളിച്ചത് കുറുപ്പേട്ടനാണോ അതോ ചേച്ചിയെ? വിളച്ചിലെടുക്കല്ലേ, ചൊറി വന്നിരിക്കുമ്പോഴാ ചൊറുതണം കൊണ്ട് അടിക്കുന്നത്. അല്ല, ചൊറിക്ക് നല്ല ബെസ്റ്റ് മരുന്ന് ഇറങ്ങിയിട്ടുണ്ട് ചേട്ടാ, ബീടെക്സ്. പാർവതി, ഇവൻ എന്റെ കൈ കൊണ്ട് തന്നെ ചാകുന്ന ലക്ഷണമാ. നിനക്ക് പൊലകുളിയും തമാശയില്ലയോടാ. കൃഷ്ണൻകുട്ടി കേട്ടില്ലേ അവന്റെ കണ്ടീഷൻസിന്റെ കാര്യമൊക്കെ? അല്ല, ഞാനും അത് ചോദിക്കണമെന്ന് വിചാരിച്ചതാ. എന്താ ഈ കണ്ടീഷൻസ്? കണ്ടീഷൻസ് അല്ല, അവന്റെ വിവാഹ കാര്യമല്ലേ, പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളാണെങ്കിൽ ഞാനും ഇടപെടാം. ആരിടപെട്ടിട്ടും കാര്യമില്ല. ഒന്നാമത്തെ ചൊവ്വാദോഷമുള്ള ജാതകമാ. കൂട്ടത്തിൽ 7 കണ്ടീഷൻസും കൂടി ആവുമ്പോ നിത്യ ബ്രഹ്മചാരിയായി പച്ചിലെന്തുന്ന ആശ്രമത്തിൽ കഴിയേണ്ടി വരും. എന്നിട്ടും കണ്ടീഷൻസ് എന്താണെന്ന് ചേട്ടൻ പറയുന്നില്ലല്ലോ. ഒന്നാമത്, കുട്ടി ശാലീന സുന്ദരിയായിരിക്കണം. ഗ്രാമീണ സൗന്ദര്യം, നെറ്റി ചന്ദനക്കുറി, മുടിയിൽ തുളസിക്കതിർ, ആകെ മൊത്തം കാച്ചി എണ്ണയുടെ മണം. ഈ എണ്ണയുടെ മണം ഒഴിച്ച് ബാക്കിയെല്ലാം സഹിക്കാം. നാടൻ വേഷത്തിനോടൊപ്പം മോഡേൺ വേഷവും ധരിക്കാൻ സന്നദ്ധയായിരിക്കണം കുട്ടി. അത് ധരിപ്പിക്കാവുന്നതല്ലേ ഉള്ളൂ. ഗ്രാജുവേറ്റ് ആയിരിക്കണം. അത് ന്യായം. എന്നാ പുറകെ വരുന്ന അന്യായങ്ങൾ കേട്ടോ. പെണ്ണിന് നമ്മുടെ നാടൻ കഞ്ഞിയും കറിയും വെക്കാൻ മാത്രമല്ല, വെസ്റ്റേൺ, ചൈനീസ്, നോർത്ത് ഇന്ത്യൻ കുക്കിംഗ് അറിഞ്ഞിരിക്കണം. അതെന്തിനാ? വല്ല ഹോട്ടലിൽ നടത്താൻ ഉദ്ദേശമുണ്ടോ? നീ എന്തുവാടേ? അവൻ ഉത്തരേന്ത്യയിലും വിദേശങ്ങളിലും ഒക്കെ ധാരാളം ഫ്രണ്ട്സ് ഇല്ലേ? അവരൊക്കെ വരുമ്പോ വെച്ചു വിളമ്പി കൊടുക്കണ്ടേ? അവന്റെ ഫ്രണ്ട്സിന്റെ ഭാഗ്യം. ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. കുട്ടിക്ക് ഹിന്ദി അനായാസമായി എഴുതാനും സംസാരിക്കാനും അറിഞ്ഞിരിക്കണം. അതെന്തിനാ? ഹിന്ദി ക്ലാസ് നടത്താൻ ഉദ്ദേശമുണ്ടോ? അതല്ലടേ, അവന് ട്രാൻസ്ഫർ ആയി ബോംബെക്കോ ഡൽഹിയിലോ പോകേണ്ടി വന്നാലോ? പിന്നെ ഡ്രൈവിംഗ് അറിഞ്ഞിരിക്കണം. കർണാടക സംഗീതത്തിൽ പരിജ്ഞാനം വേണം. ഇതിനെല്ലാം പുറമെ ഭാര്യ ധൈര്യശാലിയായിരിക്കണം. വൈജയന്തി IPS പോലെ. അതാരടേ? എന്റെ വകയിലൊരു ബന്ധുവാ, പക്ഷെ ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞതാ. പിന്നെ എന്തിനാണടേ IPSന്റെ കാര്യമൊക്കെ എഴുന്നള്ളിക്കുന്നത്? ഇത്രയും കണ്ടീഷനൊക്കെ ഉള്ള സ്ഥിതിക്ക് ഞാൻ നോക്കിയിട്ട് ഒരു വഴിയെ കാണുന്നുള്ളൂ. പറ. 7 കണ്ടീഷനല്ലേ ഉള്ളത്? അതെ. 7 കണ്ടീഷനും ഒത്തിണങ്ങിയ ഒരു കുട്ടിയെ കിട്ടാൻ ബുദ്ധിമുട്ടാ. അതുകൊണ്ട് ഓരോ കണ്ടീഷൻ വീതം ഓക്കെ ആയ 7 പെൺകുട്ടികളെ തപ്പി അവരെ കൊണ്ട് വിഷ്ണുവിനെ കല്യാണം കഴിപ്പിച്ചാലോ? തൊലിക്കല്ലേ തൊലിക്കല്ലേ എന്ന് നീ ഇതെനിക്കിട്ട് പണിഞ്ഞാണല്ലേ? ചേട്ടൻ സെന്റിമെന്റലായി. ഇതാ ചേട്ടന്റെ കുഴപ്പം. ചേട്ടാ, 7 കണ്ടീഷൻ അല്ല 10 കണ്ടീഷൻ ഉള്ളവരെ ഞാൻ തപ്പിത്തരാം. നോക്ക്, നല്ല കിളി പോലത്തെ കുട്ടികളാ. പല പല ബ്രോക്കർമാരിൽ നിന്ന് ഞാൻ തപ്പിയെടുത്തതാ. ഇതില് എന്റെ എല്ലാ കണ്ടീഷൻസും ഓക്കെ ആയിട്ടുള്ള കേസുകൾ എത്ര ഉണ്ട്? അത് പറ. അതിപ്പോ പറയാൻ പറ്റില്ല. കാരണം കുട്ടിയെ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമല്ലേ അതൊക്കെ അന്വേഷിക്കേണ്ട കാര്യമുള്ളൂ. ഇത് നോക്ക്, എന്തൊരു സൗന്ദര്യം. വല്ല സിനിമാക്കാരും കണ്ട അപ്പ തപ്പിക്കൊണ്ടുപോകും. ശരിയാ, പ്രേതമായിട്ട് അഭിനയിക്കാൻ പറ്റിയ മുഖം. ഇത് നോക്ക്, ഈ കുട്ടിയുടെ ശരീരം കണ്ടാൽ തന്നെ അറിയാം ഇതിന് നല്ലതുപോലെ കുക്കിംഗ് അറിയാമായിരിക്കുമെന്ന്. ഇത് കണ്ടോ, വയലേലകളുടെ പശ്ചാത്തലത്തിൽ ഒരു ശാലീന സൗന്ദര്യം. വയലേലകളുടെ ശാലീന സൗന്ദര്യത്തിന്റെ പശ്ചാത്തലത്തിൽ ചുരിദാറിട്ടൊരു കരിങ്കുരങ്ങെന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ശരി. വിഷ്ണു, അതെ, എന്നെ ഇങ്ങനെ ടൂറിന് മാത്രമാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ നമുക്ക് ഈ പരിപാടി ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അതാ നല്ലത്. എടാ, ഒരു പെണ്ണിനെ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ ഈ ശാലീന സൗന്ദര്യം കൊണ്ട് നീ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറ. എന്താ നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? അല്ല, ഈ ശാലീന അതങ്ങനെ എക്സ്പ്രസ് ചെയ്യാനൊന്നും പറ്റില്ല. വേണമെങ്കിൽ എക്സാമ്പിൾ പറയാം. നമ്മുടെ ഓഫീസിൽ പുതുതായി ജോയിൻ ചെയ്ത സ്റ്റെനോ ഇല്ലേ? ലതിക. അതുപോലത്തെ ഒരു ശാലീന, നിഷ്കളങ്ക, ഗ്രാമീണ സൗന്ദര്യം. എക്സാക്ട്ലി. എന്തായി? എല്ലാ വിവരങ്ങളും ഞാൻ ലതികയോട് ചോദിച്ചു. വെരി ഗുഡ്. എന്നിട്ട് ഡ്രൈവിംഗ് മാത്രം അറിയില്ല. അത്രേ ഉള്ളൂ. അത് സാരമില്ല, നമുക്ക് ഈസി ആയിട്ട് പറയണ മുഴുവൻ കേൾക്ക്. ഡ്രൈവിംഗ് മാത്രം അറിയില്ലായിരിക്കുന്ന ഞാൻ വിചാരിച്ചത്. എന്നാ സംഗതി അങ്ങനെയല്ല. ലതികയ്ക്ക് ഡ്രൈവിംഗ് അറിയില്ല, ഹിന്ദി അറിയില്ല, ക്ലാസിക്കൽ മ്യൂസിക് അറിയില്ല, വെസ്റ്റേൺ ചൈനീസ് കുക്കിങ്ങും അറിയില്ല. പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ കുട്ടിക്ക് ധൈര്യം എന്ന് പറയുന്നത് 4 അയലത്തൂടി പോയിട്ടില്ല. ഈ വിവാഹം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വിഷ്ണുവിന് സ്ത്രീധനം ഒരു പ്രശ്നമല്ലാത്തതുകൊണ്ട് ഈ വിവാഹം ശരിയാക്കിയാൽ അത് മാഷിന് വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും വലിയ ഉപകാരമായിരിക്കും. പിന്നെ ഒരു സമാധാനമുണ്ട്. ലതികയെ പോലൊരു പെൺകുട്ടിയാണ് സങ്കല്പത്തിലുള്ളത് എന്ന് വിഷ്ണു പറഞ്ഞതിന്റെ അർത്ഥം ആ കുട്ടിയെ അവൻ ഇഷ്ടമായി എന്നാണ്. സോ
ഫസ്റ്റ് കണ്ടീഷൻ ഈസ് ഓക്കെ. ബാക്കി 6 കണ്ടീഷൻസ് അതിപ്പോ കെട്ടിപ്പോയി. ഈ വിവരങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞത് എന്തിനു വേണ്ടിയാണെന്ന് ലതയ്ക്ക് അറിയില്ലല്ലോ. പിന്നെ അത്രയ്ക്ക് മണ്ടിയാണോ ഞാൻ? അതിപ്പോ ആരെങ്കിലും സ്വയം സമ്മതിച്ചിരുന്ന കാര്യമാണോ? ഞാൻ പറഞ്ഞു വന്നത് ബാക്കി 6 കണ്ടീഷനുകളും ലതയ്ക്കുണ്ടെന്ന് നമ്മൾ വരുത്തുന്നു. അതെങ്ങനെ? അതിനൊക്കെ വഴിയുണ്ട്. പക്ഷെ അതിനു മുമ്പ് ഒരു അലിഖിത കണ്ടീഷൻ ഉണ്ടല്ലോ, അത് ഓക്കെ ആണോ എന്നാണ് ഇനി അറിയേണ്ടത്. എന്ത്? ജാതക പൊരുത്തം. സമസപ്തമം. ഇത്രയും പൊരുത്തമുള്ള ജാതകങ്ങൾ ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. 10ൽ 8 പൊരുത്തങ്ങളും ഒത്തു വന്നിരിക്കുക. മുജ്ജന്മ ബന്ധമാ. ഈ വിവാഹം നടത്താൻ വേണ്ടി നീയോ നിന്റെ കൂട്ടുകാരിയോ പ്രത്യേകിച്ച് ശ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് താനേ നടന്നിരിക്കും. ഇതൊക്കെ ഇത്ര കൃത്യമായിട്ട് ഇതിൽ എവിടെ എഴുതി വെച്ചിരിക്കുന്നത്? ജ്യോതിഷത്തെ കളിയാക്കല്ലേ? വേണ്ട. വിഷ്ണുവിന്റെ ലതികയുടെ വിവാഹം നടന്നില്ലെങ്കിൽ നീ എന്നെ കഴുതയെന്ന് വിളിച്ചു. അതിപ്പോ ജീവിതത്തിൽ ഇതുവരെ കഴുതയെന്നുള്ള വിളി കേട്ടിട്ടില്ലാത്ത ഒരാളാണ് ഇങ്ങനെ പറയുന്നതെങ്കിൽ ഓക്കെ. സാറിപ്പോ അങ്ങനെയല്ലല്ലോ. അതെ. ഓ പാരയായി. എന്താണ് കാണിക്കുന്നത്? ആകെപ്പാടെ ഇത്രയും സ്ഥലമുണ്ട്. വണ്ടി റിവേഴ്സ് എടുക്കണോ? കണ്ണും മൂക്കും ഇല്ലാതെ കയറി വരുമ്പോ ആലോചിക്കണം. ഓട്ടോ റിവേഴ്സ് എടുക്കണോ? എന്തോ ലെക്കൻ ലഗാനും ഇല്ലാതെ വന്ന് കയറിയതും പോലെ ന്യായം പറയുന്നോ? ഞാൻ വേണം ആട്ടോ പുറകിലേക്ക് എടുത്തോളാം. താൻ വലിയ വിട്ടുവീഴ്ചയൊന്നും കാണിക്കണ്ട. സാധാരണക്കാരന്റെ വാഹനമാണ് ഓട്ടോ. 1 ഇഞ്ച് ഇത് പിന്നോട്ട് എടുക്കുന്ന പ്രശ്നമില്ല. അല്ല പിന്നെ വിഷ്ണു താനാണ് ഈ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയത്. എടോ, വലിയ വണ്ടികളെ കാണുമ്പോ ചെറിയ വണ്ടികളെ അടക്കത്തോടെയും ഒതുക്കത്തോടെയും വിനയത്തോടെയും പെരുമാറണം. അത് ശരി. ഇപ്പൊ വാദി പ്രതിയായോ? വാദിയാണെന്നും പ്രതിയാണെന്നും ജഡ്ജിയാണ് തീരുമാനിക്കേണ്ടത്. കൃഷ്ണൻകുട്ടി. ഞാൻ നീ വന്നേ. ഈ പഴയ അലവലായത്തരൊക്കെ ഇപ്പോഴും കൂടെ കൊണ്ടു നടക്കല്ലേ? എന്ത് ചെയ്യാനാ, അതെന്റെ തൊലിയുമായിട്ട് ഇഴുകി ചേർന്ന് പോയി. അല്ല, നീ എന്താ ഇവിടെ? എനിക്കിവിടെയാ ജോലി. എവിടെ? ഇൻഡോ അറബ് ട്രാവൽസിൽ. ഓഹോ, അപ്പൊ ആ മുങ്ങി നടക്കുന്ന കൃഷ്ണൻകുട്ടി നീയാണല്ലേ? കൊള്ളാം. ഞാനും ആ വഴിക്കാ പോകുന്നത്. നീ ആ ഓട്ടോ വിട്, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. നീ ഇപ്പൊ എവിടെയാ? ഞാൻ ബോംബെയിലാ. ഇപ്പൊ ലീവിലാ. അയ്യോ, സമയമായി. 9:45 ആയുള്ളൂ. അത്രേ ആയുള്ളൂ. പക്ഷെ ഇന്ന് അല്പം നേരത്തെ എത്തണം. അതെ, ഓഫീസിലെ റീജിയണൽ മാനേജറായിട്ട് ഒരു കോന്തം വിദ്യാസുരൻ ചാർജ് എടുത്തിട്ടുണ്ട്. 3-4 ദിവസത്തെ മുങ്ങലിന് ശേഷം ഞാൻ ഇന്നാ ജോയിൻ ചെയ്യാൻ പോണേ. അയാൾ ഓഫീസിൽ എത്തുന്നതിന് മുമ്പ് ഞാൻ എത്തിക്കഴിഞ്ഞാൽ അറ്റൻഡൻസ് രജിസ്റ്ററിൽ ബ്ലാങ്ക് ആയി കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ എനിക്ക് ഒപ്പിട്ട് വെക്കാം. അപ്പൊ എന്റെ ആബ്സെന്റ് ഒക്കെ പ്രസന്റ് ആയി മാറും. പിന്നെ അങ്ങനെ സോപ്പിട്ട് മസ്ക് അടിച്ച് ഞാൻ വലയ വീഴ്ത്തിക്കോളാം. ഏതായാലും ഞാനും കൂടെ നിന്റെ ഓഫീസിലൊന്ന് വരാം. എന്തിനാ? നിന്റെ ഓഫീസൊക്കെ ഒന്ന് കണ്ടിരിക്കാമല്ലോ. എന്നാ വാ. ഇതാണ് ഞങ്ങളുടെ റിസപ്ഷൻ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഇവിടെ ഭരണമൊക്കെ ഞാനാ നടത്തുന്നത്. ഇത് വാസു, ഞങ്ങളുടെ പ്യൂൺ വാസു. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. ഈ TV സീരിയലൊക്കെ അഭിനയിക്കുന്നുണ്ട്. എല്ലാവർക്കും തന്നെ വലിയ ബഹുമാനാണ്. നീ ഇരിക്കെ വാസു. ഒരു ചേരങ്ങെടുത്ത്. नमस्ते जी। നമസ്തേ. मेरा नाम अवतार सिंह है। विष्णु मेनन है? ഇല്ല, ഓഫീസ്. ഇംഗ്ലീഷ് സ്പീക്ക്. नो नो इंग्लिश, आई हिंदी। आहा। मेनन जी की बीवी है? ബിവി നോ, RV മേനൻ. क्या? RV മേനൻ. इनिशियल नहीं भाई, हाँ। बीवी, पत्नी, वाइफ। बुलाओ बुलाओ। അയ്യോ, ദോശ ഇഡലിയാണ് ഇവിടെ ഉണ്ട്. പുലാവ് ഇനി ഉണ്ടാക്കണം. बुलाओ नहीं, हाँ। बुलाओ। कॉल कॉल। ഓ, അത് ശരി. ഇപ്പൊ വിളിച്ചോണ്ടുവരാം. हाँ। ഹായ്. വിഷ്ണുവിന്റെ അവതാരം വന്നിരിക്കുന്നു. അവതാരമോ? ഒരു ഹിന്ദിക്കാരൻ. ഹിന്ദിയെ പറയൂ. ലതികയെ കാണണമെന്ന് ചെല്ലു. അയ്യോ, എന്നെ കണ്ടിട്ട് എന്ത് ചെയ്യാനാ? എനിക്ക് ഹിന്ദി ഒന്നും അറിയില്ല. അത് വളരെ എളുപ്പമല്ലേ? ഞാനിപ്പോ സംസാരിച്ചല്ലേ ഉള്ളൂ. ചെല്ലു. എനിക്ക് പേടിയാ. ചേച്ചി എന്നാലെ പറഞ്ഞുവിടെ. എങ്ങോട്ടാ? അവിടെ നില്ല്. നേരെ ചൊവ്വേ മലയാളം പോലും സംസാരിക്കാൻ അറിയത്തില്ല. ഒരു പുതിയ അവതാരം. വെളച്ചിലെടുക്കല്ലേ? ഇന്ദുവിന് ഹിന്ദി അറിയില്ല. ഒന്ന് ചെന്ന് സംസാരിക്കേ. അയ്യോ, അയാള് ലതികയെ കാണണമെന്ന് പറയുമ്പോ ഞാൻ ചെന്നാൽ എങ്ങനെയാ? ഒന്ന് വേഗം ചെല്ലു പെങ്കൊച്ചെ. ഇല്ലേ അവതാരം ഞാൻ അടുക്കളയിൽ കയറും. കൂട്ടത്തിൽ വിഷ്ണുവും കൂടെ വന്ന ആകെ ചളമാകും. ഒന്ന് വേഗം പൊക്കോ. എന്തൊരു അലർച്ച. ഒന്ന് വേഗം പൊക്കോ. പോ. अरे नमस्ते भाभी जी। नमस्ते जी। मेनन का सिलेक्शन तो बहुत अच्छा है। नहीं नहीं, मैं मेनन की बीवी। मुझे सब मालूम है। मेनन ने मुझे सब बता दिया। आप ही मेनन की 7 कंडीशंस को पूरा करने के काबिल है। मैरिज के समय मैं कलकत्ते में था। ഇതുവരെ എന്തുവാ പറഞ്ഞേ?
കല്യാണ സമയത്ത് ഇദ്ദേഹം കൽക്കട്ടയിലായിരുന്നു എന്ന്. എന്തിന് കൽപ്പറ്റയാക്കണം? വല്ല കാഠ്മണ്ഡുവിലെ ചെറാപ്പുഞ്ചിലെ കെട്ടിയെടുക്കാൻ പറ. മനുഷ്യനെ പേടിപ്പിക്കുന്ന क्या क्या कुछ नहीं कुछ नहीं. अच्छा 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 दिल्ली में मैं और विष्णु साथ में रहते थे मेरे बारे में आपको बताया नहीं हाँ हाँ बहुत बताया. अच्छा अच्छा हाँ भाभी जी मेरी तरफ से आपके लिए एक छोटा सा तो जी शुक्रिया. हाँ 1 मिनट मैं विष्णु से बात कर सकता हूँ ബാത്റൂം അവിടെ ഉണ്ട്. अयो फोन ചെയ്യാൻ. ഫോൺ ഇവിടെ ഉണ്ട്. बात कर सकता हूँ ഓ ശക്തി ശക്തി. आप जाइए. हेलो विष्णु मेनन मैं अवतार सिंह बोल रहा हूँ कौन? अवतार? अच्छा किधर से? हाँ हाँ भाई तुम्हारे घर से. अरे विष्णु मैं आज सुबह की फ्लाइट से आया हूँ भाई. अरे नहीं नहीं तुम्हारी पत्नी अच्छी तरह हिंदी बोल लेती है. हाँ अच्छा तुम उधर ही बैठो, मैं अभी आया. आज हम तुम्हारा साथ खाना खाएगा. फिर बोलो यार क्या क्या समाचार है. हाँ तुम 1 मिनट फोन लेतिका को दे दो. हाँ यार मेरी पत्नी. 1 मिनट आपसे बात करना चाहता है. विष्णु भाई हाँ हाँ. बात कीजिए ना. लीजिए अरे അവതാരം ഹലോ. ബ്യൂട്ടിഫുൾ പ്ലേസ്. ആ किधर? അതെ വിഷ്ണുട്ടാ. കായൽ സീ ലേക്ക്. पैकेट അതെയോ? ആ ആ അവതാർ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാ. ആ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ അവതാരം ഉണ്ടാവും. കുറച്ച് നോർത്ത് ഇന്ത്യൻ ഫുഡ് കരുതണം. ഞാൻ അങ്ങോട്ട് വരാം. ആ ആ. ശരി വിഷ്ണുട്ടാ. എന്താ നോർത്തിന്റെ ഫുഡ് ഉണ്ടാക്കണം? അതെങ്ങനെയെങ്കിലും മാനേജ് ചെയ്യാം. എനിക്ക് വയ്യ. എന്താ പ്രശ്നം? എന്ത് പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. നീ പ്രശ്നമൊന്നും ഉണ്ടാക്കാതിരുന്നാ മതി. എങ്ങോട്ടായി പോണേ? ഞാനേ ഹാഫ് ഡേ ലീവ് എടുക്കുക. ആ. ആഹാരം വീട്ടിൽ ചെന്നിട്ടേ കഴിക്കുന്നു. നന്നായി. 1 മിനിറ്റ് വെയിറ്റ് ചെയ്യൂ. ഞാൻ ഈ ലെറ്റേഴ്സ് ഒക്കെ ഡെസ്പാച്ച് സെക്ഷൻ കൊടുത്തിട്ട് നമുക്ക് ഒരുമിച്ച്. അങ്ങനെ ഇപ്പൊ ഒരുമിക്കണ്ട. DG കുറുപ്പേട്ടൻ സ്പീക്കിംഗ്. ഞാനാ കൃഷ്ണൻകുട്ടി. എന്താ അവിടെ പ്രശ്നം? കാര്യം ഗുരുതരം, പ്രശ്നം നിസാരം. अरे भाभी जी भाई केरल बहुत ही सुंदर जगह है. ഇവിടെ അടുത്ത് തന്നെ बहुत ही ഉണ്ട്. सुंदर. എത്രയും വേഗം ഇതിനെ ഇവിടുന്ന് കെട്ടിയെടുത്തില്ലെങ്കിലേ ഇവിടെ സർവത്ര വശക്കേട് നാശകോട്ടയും ആകും. ഓ, സാധനം ചിരിക്കുവാ. അയ്യോ ചേട്ടൻ ഒരു കാര്യം ചെയ്യും. വിഷ്ണുവാണ് സംസാരിക്കുന്നതെന്നും പറഞ്ഞ് ഫോൺ സർദാർജിയുടെ കയ്യിലൊന്ന് കൊടുക്ക. അവതാരമേ, क्या? വിഷ്ണു സ്പീക്കിംഗ്. अच्छा अच्छा विष्णु भाई. हाँ. हाँ. അയ്യോ हेलो हाँ बोल यार. हेलो. हाँ कौन? अवतार. हाँ अभी मेरा एक क्लाइंट इधर आने वाला है, इसलिए मैं उधर नहीं आ सकता. ऐसा करो तुम इधर आओ. यू कम टू माई ऑफिस. अच्छा अच्छा मैं अभी आता हूँ. विष्णु बोला मैं ऑफिस जाके उससे मिल लूँ. कोई गेस्ट आया है. ഇതെന്തുവായി പറഞ്ഞ്? നമ്മൾ രക്ഷപ്പെട്ടു. ഇദ്ദേഹത്തോട് ഓഫീസിലേക്ക് ചെല്ലാൻ പറഞ്ഞു വിഷ്ണു. വിഷ്ണു അല്ല കൃഷ്ണൻ. ഏ? അതെ വിഷ്ണുവിന്റെ അവതാരമല്ലേ കൃഷ്ണൻ. ഗോ ടു ഓഫീസ് ജി, എളുപ്പം ചെയ്യുക. कुछ नहीं, ये आपको ऑफिस जल्दी जाने को बोलते हैं. अच्छा 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 नमस्ते जी. ഓം ശക്തി ശക്തി. हाँ आपको भी नमस्ते. അവതാർ എവിടെ? പെട്ടെന്നൊരു ഫോൺ വന്നപ്പോ പോയി, ഡൽഹിക്ക് പോയി. അടുത്ത മാസം വരുമ്പോ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. ഛേ ഇയാൾ എന്തൊരു മനുഷ്യനാ. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യായിരുന്നില്ലേ? ഞാൻ ഇങ്ങോട്ട് വരുമെന്ന് ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നാണല്ലോ. ഞങ്ങൾ ഒത്തിരി നിർബന്ധിച്ചു, കേക്കട്ടെ, അത്യാവശ്യമാണ് പോലും. വെറുതെ മനുഷ്യനെ മെനക്കെടുത്ത. ഓ എന്റെ അഴീക്കൂട് ഭഗവതി. സർദാർജി, ഈ പരന്തു വിഷ്ണു സാർ പെട്ടെന്നൊരു ഫോൺ വന്ന് ഡൽഹിക്ക് പോയി. ഇനി അടുത്ത മാസമേ തിരിച്ചു വരൂ. എന്റെ അമ്മ. मैं समझा नहीं. സഞ്ചിയല്ല, ഒരു പെട്ടിയും കൊണ്ടാണ് പോയത്. क्या? विष्णु साहब को अभी एक फोन कॉल आया, वो न्यू दिल्ली चला गया. अब 1 महीने के बाद वापस आएगा. बहुत अच्छा, मैं उसको दिल्ली में मिल लूंगा. ന്യൂ ഡൽഹി വെച്ച് കണ്ടോളാന്ന് കുറച്ച് കണ്ടതുപോലെ തന്നെ. क्या? अब एक न्यू दिल्ली फ्लाइट है. अच्छा 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 मैं अभी जाता हूँ. खुदा हाफिज. अरे खुदा हाफिज. चलता हूँ.
അതെ, ഇന്നത്തെ ഈ പത്രത്തിലൊരു ലേഖനമുണ്ട്. വനിതാ കണ്ടക്ടർമാർ സേവനത്തിന്റെ പാതയിൽ ഒരു പുതിയ വിഭാഗം. വായിച്ചോ? ആ വായിച്ചു. എങ്ങനെയുണ്ട്? അസലായിട്ടുണ്ട്. അത് ഞാൻ എഴുതിയതാ. അപ്പൊ നിങ്ങളാണ് അബ്ദുൽ ഖാദർ? അത് പിന്നെ എന്റെ തൂലിക നാമമാ. യഥാർത്ഥ പേര് കൃഷ്ണൻകുട്ടി എന്നാ. ലേഖനം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇരിക്കൂ. ഇതാ സാർ. ഇതൊന്നും വേണ്ട. വിശ്വാസമില്ലാത്ത കണ്ടക്ടർമാരെ മാത്രം ഞാൻ ചെക്ക് ചെയ്യാറുള്ളൂ. ഞാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചോ? സമ്മതിച്ചു, അല്പം പ്രായക്കൂടുതലാണ്. പക്ഷേ എന്റെ മനസ്സ് ഇന്ദുവിനേക്കാൾ ചെറുപ്പമാണ്. ഒരുപാട് അന്വേഷിച്ചു, ഇപ്പോഴാണ് കണ്ടെത്തിയത്. എന്നൊരു സമ്മതം മൂളൽ മാത്രമാണ് എനിക്ക് ആവശ്യം. ഇന്ദു എസ് പറയുന്നവരെ എന്നും ഞാൻ ഈ ബസ് കയറിക്കൊണ്ടേയിരിക്കും. വരട്ടെ. തലമൂത്ത് നരച്ചിട്ടും ഇത് അതോറിറ്റീസിനോട് കംപ്ലൈന്റ് ചെയ്യായിരുന്നില്ലേ? അതൊന്നും വേണ്ട. കുറച്ചുനാളിങ്ങനെ നടക്കുമ്പോ പുള്ളിക്കാരനെ തന്നെ മടുത്തോളും. അല്ല, ഞാൻ വേണമെങ്കിൽ ഇടപെടാം. അയ്യോ വേണ്ട. അതൊക്കെ പോട്ടെ, നമ്മുടെ ഉദ്ദേശം എന്താ? മനസ്സിലായില്ല. പത്രത്തിൽ വനിതാ കണ്ടക്ടർമാരെ കുറിച്ച് എഴുതിയത് നിങ്ങളാണെന്നല്ലേ പറഞ്ഞത്? അതെ. അത് എഴുതിയ അബ്ദുൽ ഖാദറെ KSRTCയിലെ സ്റ്റാഫാ. ഞങ്ങളെയൊക്കെ കാണിച്ചതിന് ശേഷമാ പബ്ലിഷ് ചെയ്യാൻ കൊടുത്തത് തന്നെ. ആളിറങ്ങണം. ചമ്മണ്ട സ്റ്റോപ്പ് ആകട്ടെ. TV സീരിയലിലെ അഭിനയൊന്നും ജീവിതത്തിൽ കാണുന്നില്ലല്ലോ. അയ്യോ, ഞാൻ TV സീരിയലിൽ അഭിനയിക്കുന്ന ആരാ? എനിക്ക് നിങ്ങളെ നേരത്തെ പരിചയമുണ്ട്. നിങ്ങൾ അഭിനയിച്ച മിക്ക സീരിയലുകളും ഞാൻ കണ്ടിട്ടുണ്ട്. മുഖസ്തുതി പറയാണെന്നൊന്നും കരുതണ്ട. നിങ്ങളുടെ അഭിനയം എനിക്ക് വളരെ ഇഷ്ടം. ആരായി കൊച്ചു വെളുപ്പാങ്കാലത്ത് മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്? കൈയെടുക്കണോ അവിടുന്ന്? ഈ കോളിംഗ് ബെല്ലൊക്കെ അടിക്കുന്നതിന് ഒരു രീതിയുണ്ട്. എവിടുന്നാ രാവിലെ കുത്തിയും പറിച്ച് പോന്നിരിക്കുന്നത്? എന്തുവാടാ? നീ ആരാടാ? നീ ഏറാടാ? എടാ പോടാന്നൊക്കെ വിളിക്കുന്നത് സൂക്ഷിച്ചു വേണം. സൂക്ഷിച്ചില്ല നീ ഒലത്തിക്കളയോടാ. ഒലത്തേം ചെയ്യും, ഉരുട്ടേം ചെയ്യും. മനുഷ്യ വിഷ്ണു വിഷ്ണു വിഷ്ണുവിന്റെ ആരാ? മാറി നോക്കടാ. അതെ, വിഷ്ണു. ഞാനിവിടെ വിഷ്ണു വിഷ്ണുടെയാ? അയ്യോ, അതെ, വിഷ്ണു ജോഗിങ്ങിന് പോയിരിക്കാ. എന്റെ പേര് കൃഷ്ണൻകുട്ടി. ഞാൻ വിഷ്ണുവിന്റെ ഓഫീസിൽ ജോലി നോക്കുക. അപ്പൊ ഞാനും വിഷ്ണു കൂടെ ഉള്ള പന്തയത്തിൽ വിഷ്ണു ജയിച്ചു. എന്ത് പന്തയം? അല്ല, അവന്റെ അളിയൻ ഇവിടെ വരുമ്പോ ഞാൻ എത്ര ചൂടായാലും സംസ്കാരവും വിവരവും ഉള്ള അളിയൻ തിരിച്ചിങ്ങോട്ട് ചൂടാവില്ലെന്ന് വിഷ്ണു. ചൂടാവുമെന്ന് ഞാൻ. വിഷ്ണു ജയിച്ചു. അതിന് ഞാൻ ഇവിടെ വരും. നിനക്കെങ്ങനെ അറിയാം? അത് വിഷ്ണു, നിങ്ങൾ വിഷ്ണുവിന് അയച്ച കത്തിന്റെ വിവരം അവൻ എന്നോട് പറഞ്ഞു. അത് നിങ്ങൾ കത്തൊന്നും അയച്ചില്ലല്ലോ. അതെന്താ കത്തയക്കായിരുന്നത്? ഇവിടെ വിളച്ചിലെടുക്കല്ലേ? വിളച്ചിലെടുക്കുന്ന ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. പിന്നെ ചേച്ചി, യാത്രയൊക്കെ സുഖമായിരുന്നു? വിഷ്ണു പറഞ്ഞത് എത്ര ശരിയാ. സ്നേഹവും വാത്സല്യവും അന്തസ്സും ആഭിജാത്യവും കുടുംബ മഹിമയും നിങ്ങളുടെ രണ്ടുപേരുടെയും നെറ്റിയിൽ പോസ്റ്റർ പോലെ എഴുതി ഒട്ടിച്ചിട്ടുണ്ട് എന്നവൻ പറഞ്ഞോ? വിഷ്ണു സ്നേഹമുള്ളവനാ. ഞാനും. സ്നേഹമാണകില സാര. എത്തിയല്ലോ. വിഷ്ണുവിന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. 100 ആയുസ. അല്ല, നിങ്ങൾ രണ്ടുപേരും ഇത്ര രാവിലെ? വേഗം റെഡിയാകെ. നിന്നെയും കൊണ്ട് വാഴക്കുളത്തൊരു പെണ്ണ് കാണാൻ കൂട്ടിക്കൊണ്ടുപോകാമെന്നാ ഞങ്ങള്. അയ്യോ, ഇങ്ങനെ പെട്ടെന്ന് ഒരു മുന്നറിയിപ്പില്ലാതെ പറഞ്ഞാൽ എങ്ങനെ? മുന്നറിയിപ്പ് തരരുത്. കൊടുങ്കാറ്റോ പേമാരിയാണോ? വെറും ഒരു പെണ്ണ് കാണൽ. അതെ. ഇതിനെങ്കിലും ഒഴിവൊഴിവ് പറയരുത്. നല്ല ആലോചനയാ. എങ്ങനെ ഇത് നടത്തണം? എന്നാ പിന്നെ നമുക്ക് അടുത്ത ഞായറാഴ്ച. ശുഭകാര്യമല്ലേ വിഷ്ണു? മാറ്റി വെക്കരുത്. ചേച്ചിയും അളിയനും കൂടി എന്തുമാത്രം ബുദ്ധിമുട്ടിക്കാണും. അതെ, നമുക്ക് എല്ലാവർക്കും കൂടി ഐശ്വര്യമായിട്ട് പോയിട്ടിങ്ങി വരാം. നമുക്കോ? നമുക്കെന്ന് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ 3 രൂപ. വേഗം റെഡിയാകെ. ഉച്ചയ്ക്ക് മുമ്പ് നമുക്ക് അവിടെ എത്തണം. അല്ല, എന്റെ കണ്ടീഷൻസ് എല്ലാം ഓക്കെ? കണ്ടീഷൻസ് എല്ലാം ഓക്കെ. ഡബിൾ ഓക്കെ. എന്നാ ഞാൻ പോയി പെട്ടെന്ന് അല്ല ഏട്ടാ, എന്താ ഈ കണ്ടീഷൻസ് എന്നറിയാൻ എനിക്കൊരു താല്പര്യമില്ല. അതൊക്കെ അവരവരുടെ ഇഷ്ടം. ഇവനിതാരടെ? ഇടയിൽ തന്നെ ഒരിക്കൽ കൂടെ വിളിക്കേട്ടാ. എന്തുവാടേ? ഒരിക്കൽ കൂടെ വിളിക്കേട്ടാ. പോടേ. കൃഷ്ണൻകുട്ടി, ഞാനാ. ഒന്ന് എഴുന്നേറ്റെ. എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്. അത് നാളെ രാവിലെ പറയാം. അതല്ല,
നീ ഒന്ന് എഴുന്നേറ്റേ. ചേച്ചിയുടെ കത്ത് വന്നിട്ടുണ്ട്. നാളെ രാവിലെ അവരിങ്ങോട്ട് എത്തും. ഇതാണോ ഇത്ര വലിയ അത്യാവശ്യ കാര്യം? അതല്ല, പിന്നെ നീ കളിക്കാതെ കാര്യം പറ വിഷ്ണു. അല്ല, നമ്മുടെ ഓഫീസിലെ പുതിയ സ്റ്റെനോ ആ. ലതിക ആ. എങ്ങനെയുണ്ട്? അത് കൊള്ളാം. അവർ എഫിഷ്യന്റ് ആണെന്ന് നീ എന്നല്ലേ എന്നോട് പറഞ്ഞിട്ടുള്ളത്? അതെ, ആ. ഒഫീഷ്യൽ കാര്യമല്ല ഞാൻ ചോദിച്ചത്, പേഴ്സണലായിട്ട്. വിഷ്ണു സത്യം പറ, എന്താ ഒരു ചുറ്റിക്കളി? അല്ല, ഞാൻ ആ കുട്ടിയെ വിവാഹം കഴിക്കുന്നതിനെ കുറിച്ച് എന്താ നിന്റെ അഭിപ്രായം? അപ്പൊ നിന്റെ കണ്ടീഷൻസ് എല്ലാം നീ പിൻവലിച്ചോ? ഇല്ല, ആ കണ്ടീഷൻസ് എല്ലാം ലതികയ്ക്കുണ്ട്. പോടാ, ഗുണ്ടടിക്കാതെ. അതെടാ സത്യ, നീ എന്നെ വിശ്വസിക്കും. പോട്ടെ, ഇത് ഇത്ര കറക്റ്റ് ആയിട്ട് നീ എങ്ങനെ അറിഞ്ഞു? അതാണ് എന്റെ മിടുക്ക്. ലതികയോട് നേരിട്ട് ചോദിക്കാതെ തന്നെ ഈ കണ്ടീഷൻസ് എല്ലാം ലതികയ്ക്കുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. അതിന് നീ കുറച്ച് പാടുപെട്ടിരിക്കുമല്ലോ. ആ, കുറച്ച് ബുദ്ധിമുട്ടി. എന്നാൽ എന്താ, ഇനി നീ എന്നെ ഒന്ന് സഹായിക്കണം. എങ്ങനെ? ലതികയ്ക്ക് എന്നെ ഇഷ്ടമാണോന്ന് നീ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കണം. ഇതാ പറഞ്ഞത്, നീ വെറും ശിശുവ. ഈ വക കാര്യങ്ങൾ മൂന്നാമതൊരാൾ അറിയാതെ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതാ. അല്ല, ഞാൻ നേരിട്ട് ചോദിച്ചാൽ ചീപ്പാവൂ? ചീപ്പും ആവില്ല, കണ്ണാടി ആവില്ല. നീ ധൈര്യമായിട്ട് ചോദിക്കേ. ചോദിക്കല്ലേ? ആ, കുട്ടി തൊഴുതിട്ട് ഇപ്പൊ ഇറങ്ങി വരും. നല്ലതുപോലെ കണ്ടോണം. വിഷ്ണുവിന് ഇഷ്ടമായ സ്ഥിതിക്ക് എന്തായാലും മോശം വഴിയില്ല. എത്രയായാലും അവൻ എന്റെ അനിയനല്ലേ. അത് മാത്രമേ അവനൊരു കുറവായിട്ട് ഞാൻ കാണുന്നുള്ളൂ. ദേ, ഒറ്റ ഇടി വെച്ചെന്നാലുണ്ടല്ലോ. ഈ ഇടിക്കുന്ന ഭീഷണിപ്പെടുത്തുന്നല്ലാതെ ചേച്ചി ഇടിച്ചു കാണുന്നില്ലല്ലോ. കാണാൻ വലിയ കൊതിയായി പോയില്ലയോ? ദേ, എന്നെങ്കിലും ഇവളെന്റെ ദേഹത്ത് കൈവച്ച അതിന് ഞാൻ പ്രതികാരം തീർക്കുന്ന നിന്റെ എല്ലിളക്കിയായിരിക്കും. ഞാൻ വെറുതെ തമാശക്ക്. പേടിക്കണ്ട, ഞാനും തമാശക്ക് ഇടിക്കൂ. അമ്പലത്തിന്റെ മുമ്പിൽ നിന്നാണ് തമാശ. ഇവനാരുടെ വരുന്നുണ്ട് രണ്ടുപേരും. അതില് വെള്ള സാരി ഉടുത്തതാണ് ലതിക. മറ്റേ കുട്ടിക്ക് വേറെ പോകാൻ നിശ്ചയിച്ചിരിക്കാം. നമുക്ക് അങ്ങോട്ട് പോവാം. എന്തൊരു അത്ഭുതം! നിങ്ങൾ ഇവിടെ പ്രതീക്ഷിച്ചതേ ഇല്ല. ഇത് ഞങ്ങളുടെ ഓഫീസിലെ ലതിക, ഇത് വിഷ്ണുവിന്റെ ചേച്ചി, ഇത് ചേട്ടൻ. ഞാൻ VG കുറുപ്പിയേട്ടൻ, ഇത് പാർവതി കുറുപ്പ്. ഞങ്ങൾ വെറുതെ അമ്പലത്തിൽ വന്നാണ്, തെറ്റിദ്ധരിക്കരുത്. പിന്നെ അംഗവും കാണാം, താളി ഓടിക്കാന്ന് പറഞ്ഞ പോലെ ദിവസവും 4 നേരം താളി തേച്ച് കുളിക്കണം. അത് മൂപ്പർക്ക് നിർബന്ധ. ഇതാരാന്ന് മനസ്സിലായില്ലല്ലോ. ഇത് ഇന്ദു, KSRTC-യിലെ പുതിയ വനിതാ കണ്ടക്ടറാ. കണ്ടക്ടറാണെന്ന് പറഞ്ഞാ പോരടേ, വനിതയാണെന്ന് കണ്ടാ അറിഞ്ഞൂടെ? എന്താ സമയമായോ? ഓഫീസിൽ പോണോ? പൊക്കോളൂ. വരട്ടെ. നല്ല ഐശ്വര്യമുള്ള കുട്ടി. തെറ്റില്ല. ഏതായാലും വിഷ്ണുവിന് ഇഷ്ടമായി. 4 നേരം കുളിക്കാൻ ഞാൻ എന്തുവാടേ? ആനയാണോ? വെള്ളച്ചെടുക്കല്ലേ? ഒന്ന് കാള മനുഷ്യ. അല്ല, അതൊക്കെ പോട്ടെ. ആ KSRTC നിന്റെ ആരാ? അതെന്റെ മകയിലൊരു ഫ്രണ്ടാ. ഫ്രണ്ടല്ലേ, ബാക്ക്. അവളുടെ മുമ്പിലുള്ള കൊഞ്ചലും കുഴയിലും ഞാൻ ശ്രദ്ധിച്ചില്ല എന്ന് നീ കരുതരുത്. കാളവാല് പൊക്കുമ്പോ എനിക്കറിയാം. നിങ്ങൾ ഈ കാള വാല് പൊക്കുന്ന നോക്കി നടക്കുന്ന എന്തിനാ മനുഷ്യ? അതെ. കൃഷ്ണൻകുട്ടി, എല്ലാം വിഷ്ണുവിന്റെ ഭാഗ്യ. അല്ലെങ്കിൽ അവന്റെ എല്ലാ കണ്ടീഷനും ഒത്തിണങ്ങിയ ഒരു കുട്ടിയെ കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട് ചേച്ചി. കണ്ടീഷനുകൾ പലതും ഓക്കെ അല്ല. പിന്നെ പക്ഷെ ഓക്കെ ആക്കിക്കാം. മനസ്സിലായില്ല. എല്ലാം ഞാൻ പറയാം. വന്നാട്ടെ. എന്റെ ഭഗവതി, ഇവന്റെ ഷേപ്പ് മാറാതെ നീ നോക്കിക്കോണേ.